ഒരു എ കെ ബാലൻ മാധ്യമങ്ങളെ കാണുന്നു. തെമ്മാടികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് CPM-ൻ്റെ നവീകരിച്ച പുതിയ ജില്ലാ കമ്മിറ്റി ഓഫീസ് ആക്രമിക്കുന്ന സ്ഥിതിയാണ് കണ്ടത്. വിഷ്വൽസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഒരാൾ തലയിൽ ഒരു പച്ച കൊടി കെട്ടി ഓഫീസിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. കയ്യിലുള്ള എല്ലാ മാരകായുധങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഓഫീസിന് നേരെ നടന്ന ആ ആക്രമണം ഇന്ന് നമ്മുടെ പൊതുധാര പത്ര ദൃശ്യമാധ്യമങ്ങൾ കണ്ടിട്ടുണ്ടോ? മൃഗീയമായ ആക്രമണം പോലീസും ഈ ഗുണ്ടകളും കൂടി നടത്തിയതിൻ്റെ ഭാഗമായി ഒരു 3-4 ചെറുപ്പക്കാരുടെ പുറം തച്ച് പൊട്ടിച്ചിരിക്കുകയല്ലേ. ഇന്ത്യ രാജ്യത്തിൻ്റെ മാപ്പല്ലേ വരച്ചത് ഒരു സഖാവിൻ്റെ പുറത്ത്. എന്നിട്ടും അരിശം തീരാത്ത പോലീസുകാർ ഓഫീസിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ സഖാവ് NN കൃഷ്ണദാസ് തടഞ്ഞു നിർത്തിയില്ലായിരുന്നുവെങ്കിൽ ഓഫീസിൻ്റെ ഉള്ളിൽ പിന്നീട് എന്തെങ്കിലും ദാരുണമായ സംഭവം ഉണ്ടായാൽ ആരായിരിക്കും അതിൻ്റെ ഉത്തരവാദി? ഈ പോലീസും ഗുണ്ടകളും ഓഫീസിൻ്റെ ഉള്ളിൽ കയറി ഏതെങ്കിലും രൂപത്തിലുള്ള അനിഷ്ട സംഭവത്തിന് നേതൃത്വം കൊടുത്താൽ അവിടെയുള്ള സഖാക്കൾ അവരുടെ കഴിവ് അനുസരിച്ച് പ്രതിരോധിക്കാൻ നിർബന്ധിക്കപ്പെടില്ലേ? അപ്പോൾ ഓഫീസിൻ്റെ ഉള്ളിൽ എന്താ ഉണ്ടാകുക? ഇതിന് സമാധാനം കാത്തു സൂക്ഷിക്കേണ്ട പോലീസ് തലങ്ങും വിലങ്ങും തല്ലല്ലേ ചെയ്തത്. സോഡാ കുപ്പി കൊണ്ടെറിഞ്ഞു, പൊട്ടി. ഞാൻ ഇന്നലെ അവിടെ ചെന്ന സമയത്ത് അവിടെ നടക്കാൻ പറ്റില്ല, അത്രത്തോളം കുപ്പിച്ചില്ലുകളും സോഡാ കുപ്പി കഷ്ണങ്ങളുമാണ്. അപ്പോൾ സാധാരണ നിലയിൽ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആഹ്ലാദ പ്രകടനത്തിൻ്റെ ഭാഗമായി ഈ രൂപത്തിലുള്ള ഒരു ഓഫീസ് ആക്രമണത്തിലേക്ക് നീങ്ങിയാൽ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇന്നലെ ഈ വിജയാഹ്ലാദത്തിൻ്റെ ഇടയിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പത്രദൃശ്യ മാധ്യമങ്ങളുടെ ചോദ്യത്തിൻ്റെ ഇടക്ക് കയറിയിട്ടൊരു കാര്യം പറഞ്ഞു. ഞങ്ങളെ കുഞ്ഞുങ്ങളെ തല്ലിയിട്ടുണ്ട്, അതൊന്നും ഞങ്ങൾ മറക്കില്ല, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ മറക്കാൻ പോകുന്നില്ല. അത് പറഞ്ഞ് ഒരു 1.5 മണിക്കൂറിനുള്ളിലാണ് ഈ സംഭവം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നേരെ ഏത് രൂപത്തിലുള്ള ആക്രമണമാണ് നടത്തിയത്? ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കയറി ടിക്കറ്റ് എടുത്ത് ആക്രമിക്കാൻ നോക്കി. EP ജയരാജൻ ഉള്ളത് കൊണ്ട് മുഖ്യമന്ത്രിക്ക് പരിക്ക് പറ്റിയില്ല. എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ കോൺഗ്രസിൻ്റെ ആൾക്കാർ ടിക്കറ്റ് എടുത്തു കൊടുക്കുക, എന്നിട്ട് മട്ടന്നൂർ എയർപോർട്ടിൽ നിന്ന് കയറുക മുഖ്യമന്ത്രീൻ്റെ കൂടെ, എന്നിട്ട് ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ വെച്ച് ആക്രമിക്കുക? അദ്ദേഹത്തിൻ്റെ നവകേരള യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാഹനത്തിൻ്റെ മുമ്പിൽ ചാടി ഓഫീസിലേക്കുള്ള ആക്രമണത്തെ അപലപിക്കുകയാണ് എ കെ ബാലൻ.